ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പൊ നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ നയനയും ആദർശും കൂടി അഭിയുമായി ഏതോ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പം ബീച്ചിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെ അവിടെ മുക്കി കൊല്ലാൻ വേണ്ടിയാ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അഭിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. എന്തോ ഒരു സംഭവം ഉണ്ട്, അല്ലാതെ നൈനിയും ആദർശം ഇങ്ങനെ കൊണ്ടുപോകത്തില്ല എന്ന്. അപ്പോഴാണ് അയ്യോ എനിക്ക് ചായ കുടിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചായ കുടിക്കാനെങ്ങാണ് നിർത്തുമ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാമല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കും പുള്ളിക്കാരൻ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. പക്ഷെ നയനയുടെയും ആദർശന്റെ അടുത്ത് ആ ട്രിക്കൊന്നും നടക്കില്ല. അവരിപ്പോ അങ്ങേയറ്റത്ത് ബീപ്പ് കയറി നിൽക്കുന്ന സമയം കൂടിയല്ലേ. ഏതായാലും ബീച്ചിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ? ഇനിയിപ്പോ നിനക്ക് ഈ ചായ കുടിക്കാനുള്ള ആഗ്രഹം അവസാനത്തെ ആഗ്രഹം വല്ലതും ആണോ? അല്ല നയനെ, എന്നാ പിന്നെ നമുക്ക് ഇവന് ഒരു ചായ മേടിച്ചു കൊടുത്താലോ? ഇവന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ അത് നമുക്കങ്ങ് സാധിച്ചു കൊടുക്കാം. ഏതായാലും ഇവൻ ഈ കടലിൽ നമ്മൾ മുക്കിക്കൊല്ലാൻ പോവുകയാണല്ലോ. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആദ്യം അനഘയുടെ അടുത്തേക്ക്, ഇപ്പം കടലിലേക്ക്. എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? ആദർശേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? നയനയുടെ അടുത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഓ, എന്താ വേണ്ടതെന്നോ? അല്ല നീ ഞങ്ങൾ ചോദിക്കുന്നൊക്കെ തരുവോ? അല്ല നീ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങള് നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്നോ തരണമെന്നോ ഒക്കെ നീ പറഞ്ഞായിരുന്നല്ലോ. അല്ല ഈ അവിഹിതം പുറത്തു വന്നപ്പോഴേ എന്റെ മോളാണ് ചന്തുമോൾ എന്നുള്ള കാര്യം പുറത്തു വന്നപ്പം നീ 10 ലക്ഷം രൂപ വേണമെന്നോ 15 വേണമെന്നോ 20 വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്ന് ആദർശേട്ടാ, എന്നെ ഒന്ന് വിട്, എന്നെ വിട്ടുപിടി. ഞാൻ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ ശല്യം ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ എന്റെ മെക്കിട്ട് കയറുന്നത്? ദേ നയനയുടെ ചേച്ചീനെ ഞാനിപ്പം അതുപോലെയല്ലേ നോക്കുന്നത്. എന്റെ ഭാര്യയായിട്ട് കാണുകയും അതുപോലെ ആ കുഞ്ഞിനെ എന്റെ സ്വന്തം കുഞ്ഞായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? ഒന്ന് പറ എന്ന് പറഞ്ഞപ്പം, പറയാടാ ഞങ്ങൾ പറയാടാ. നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിനക്ക് അറിയണമല്ലേടാ. ആദ്യം പറയുന്നതിന് മുമ്പേ ഈ സമ്മാനം ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നായനെ ചെകിട്ടിനിട്ട് ഒറ്റ ഒരെണ്ണം കൊടുത്തു. അപ്പോഴത്തേക്കും എന്താ നയനേച്ചി കാണിക്കുന്നത്? നയനടുത്ത് കാണിക്കുന്നത് നിങ്ങൾ എന്നെ തല്ലാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് ഞാൻ സമ്മതിക്കൂലാട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും കൈ ചൂണ്ട് വിരളിൽ അങ്ങ് കയറി പിടിച്ച് നമ്മുടെ ആദർശ ഒറ്റ തീരി അങ്ങോട്ട് കൊടുത്തിട്ട് കറക്കി തിരിച്ചിട്ട് ഒറ്റ അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടാ വൃത്തികെട്ടവനെ, മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. നന്ദി ഇല്ലാത്തവൻ എന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായയ്ക്ക് ഭക്ഷണം കൊടുത്താൽ അതുവരെ നന്ദി കാണിക്കും തൻ്റെ യജമാനോട്. എന്നിട്ട് നീ എന്താടാ എൻ്റെ മുത്തച്ഛനോട് കാണിച്ചത്? നീ ഏതെങ്കിലും തെരുവിൽ വളരേണ്ടതായിരുന്നു. നീയും നിന്റെ അമ്മയും ഏതെങ്കിലും തെരുവിൽ കിടക്കേണ്ടവരായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മുത്തച്ഛൻ നിങ്ങളെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവന്നു നിന്റെ അമ്മയെ. എന്നിട്ട് അവിടെ നിന്റെ അമ്മയെ താമസിപ്പിച്ചു. നിന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് നീയാണ്. ആ കുഞ്ഞിനെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തി വലുതാക്കി. ആ നന്ദി ഉണ്ടോടാ നിനക്ക് എൻ്റെ മുത്തച്ഛനോട്? ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കുക. നീ ഇനിയും അഹങ്കരിച്ച് ഇനിയും വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനാ നിന്റെ ലക്ഷ്യമെങ്കിൽ, നിന്റെ ഉദ്ദേശമെങ്കിൽ നിർത്തിക്കോ, ഇന്നോടുകൂടി നിർത്തിക്കോ. ഇന്ന് നിന്റെ ശവം ഈ കടലിൽ പൊങ്ങും. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശന് അഭിക്ക് ദേഷ്യം വന്നിട്ട്, ഭർത്താവിനോട് മര്യാദയ്ക്കിരിക്കുന്നോളാം പറയണം. ഭർത്താവ് എവിടെയോ പോയി അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്നു. ഇപ്പം മറ്റുള്ളവർക്ക് സമാധാനം ഇല്ലെന്നോ? ഇങ്ങേരുടെ കുഞ്ഞല്ലേ അത്. ഇങ്ങേര് ചെയ്ത തെറ്റെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്യാത്ത പക്ഷം എനിക്ക് ഇതുപോലെ ഇവനെ പോലെ മുഖം മൂടി അണിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ട് നമ്മുടെ അഭി അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നയന പറഞ്ഞു, മിണ്ടരുത് നീ എന്ന് പറഞ്ഞു ഒറ്റ ഓർമ്മ കൂടെ കൊടുത്തിട്ട്, ആരടാ ചന്തുമോള്? എന്റെ ആദർശേട്ടന്റെ മോളാണോ ചന്തുമോള്? എങ്ങനെ നാവ് പൊങ്ങുന്നൂടാ ഇനി ഈ പച്ചക്കള്ളം പറയാനായിട്ട്? DNA ടെസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ചന്തുമോൾ ആരുടെ മോളാണെന്നുള്ള DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് തന്നെയാ ഇത്രയും നാളും ഞങ്ങളെല്ലാം മറച്ചു വെച്ച് നീ പറയുന്ന പച്ചക്കള്ളവും കേട്ട് നിന്റെ അഭിനയവും നാടകവും ഒക്കെ കണ്ട് നിന്റെ കൂടെ ഞങ്ങൾ നടന്നത്. നിന്റെ കൂടെ നടന്നപ്പോ നീ എന്താ ഓർത്തത്? എല്ലാം അങ്ങ് ആദർശേട്ടനെ ഏറ്റെടുക്കുന്നു. ആദർശേട്ടനെ ഏറ്റെടുത്തിട്ട് ആദർശേട്ടനെല്ലാം സഹിച്ച് ജീവിക്കുന്നു. അതെ, അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ആളല്ലടാ എൻ്റെ ആദർശേട്ടൻ. അഭിമാനത്തോടു കൂടി തല ഉയർത്തി പിടിച്ച് ജീവിക്കേണ്ട ആളാ, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആളാ. അതുകൊണ്ട് ഞാൻ പറയാ, ഇനി നിന്റെ നാവ് പൊങ്ങരുത്. ചന്തുമോള് നിന്റെ മോളല്ലേടാ, നീ അല്ലേടാ ചന്തുമോളുടെ അച്ഛൻ.
എന്നിട്ട് ഇത്രയും നാളും എൻ്റെ ആദർശേട്ടനെ വെറുതെ കുറ്റക്കാരനാക്കിയതും പോരാഞ്ഞിട്ട് എല്ലാം എൻ്റെ ആദർശേട്ടൻ ഏറ്റുപിടിച്ചുകൊണ്ട് നടന്നതാ. ആദർശേട്ടൻ ത്യാഗം ചെയ്തതാ. അത് നിനക്ക് വേണ്ടിയല്ല, എൻ്റെ ചേച്ചിക്ക് വേണ്ടി. എന്നിട്ടും നിന്റെ വായ അടപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എടാ, കണ്ട മഞ്ഞപ്പത്രത്തില് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദർശേട്ടൻ നാറുന്ന നീ വിചാരിച്ചോ? മൂർത്തി സാറ് നാറുന്ന നീ വിചാരിച്ചോ? അനന്തമൂർത്തി അനന്തപുരി തറവാട്ടിലെ അതുപോലെ മൂർത്തീസ് ജ്വല്ലറി നാറുന്ന നീ വിചാരിച്ചോ? ഇതൊക്കെ നാറുന്നതിന് മുമ്പ് നാറാൻ പോകുന്നത് ആരാണെന്നറിയാമോ? നീ ചന്തുമോളുടെ അച്ഛനാണ് നീ എന്നുള്ള സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് അഭി നീയാണ്. മാത്രമല്ല, അറിയാലോ, എന്നെ പോലെ അല്ല എൻ്റെ ചേച്ചി ആള് ഗജഗില്ലാടിയാ. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരി തറവാട്ടിൽ നിന്നെ നിർത്താൻ എൻ്റെ ചേച്ചി സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ചേച്ചി സമ്മതിക്കാതെ നിന്നെ നിർത്തുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും നിനക്ക് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് നിർത്തിക്കോ നിന്റെ അഹങ്കാരം. ഇനി ഞങ്ങൾ പറയും, നീ അനുസരിക്കും. ഒരു ദിവസം എൻ്റെ ആദർശേട്ടനോട് നീ 10 ലക്ഷം രൂപ ചോദിച്ചു, അല്ലെങ്കിൽ ചന്തുമോൾ ആദർശേട്ടന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പറഞ്ഞു പരത്തുന്നു നീ പറഞ്ഞു. അതേ കളി തന്നെയാണ് ഞങ്ങൾ തിരിച്ചു കളിക്കുന്നത്. ഇനി നീ അടങ്ങിയില്ലെങ്കിൽ, ഇനി ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അഭി നീ നാറും, ചീഞ്ഞു നാറും. അതും അനന്തപുരി തറവാട്ടിൽ കിടന്നല്ല നീ നാറാൻ പോകുന്നത്, അനന്തപുരി തറവാട്ടിന് വെളിയിൽ കിടന്നാ നീ നാറാൻ പോകുന്നത്. ഇതെല്ലാം കേട്ടതും ഒരക്ഷരം മിണ്ടാതെ നമ്മുടെ അഭി കേട്ടുകൊണ്ട് നിൽക്കുകയാണോ? ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നെ സമ്മതിക്കാതെ നിവൃത്തിയില്ല. കാരണം DNA ടെസ്റ്റ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരന് കാര്യം ഇവിടെ ഒന്നും നിൽക്കില്ല, കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അഭിയും നയനിയും ആദർശം ഒരു ധാരണയിലെത്തുകയാണ്. ഇനി അഭി ചലിക്കണമെങ്കിൽ നയനയുടെ കയ്യിലിരിക്കുന്ന ആ റിമോട്ട് ചലിക്കണം. റിമോട്ട് നമ്മുടെ നയന റിമോട്ട് മാറ്റുന്നതിനനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ അങ്ങനെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന അഭി പഴയ അഭിയായിട്ടല്ല അനന്തപുരി തറവാട്ടിൽ ചെല്ലുന്നത്. പഴയ അഭിയായിട്ട് ഇനി അനന്തപുരി തറവാട്ടിൽ ചെല്ലാൻ നമ്മുടെ അഭിക്ക് കഴിയില്ല. അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അഭിയുടെ സ്വഭാവമൊക്കെ പാടെ മാറുകയാണ് കേട്ടോ. അത് നമ്മുടെ ജലജയ്ക്കും അതുപോലെ നവ്യയ്ക്കും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നവ്യയും ജലജയും ആദർശനെയും നയനിയെയും കുറ്റം പറയുമ്പോൾ വേണ്ട, അവരെക്കുറിച്ച് കുറ്റം പറയണ്ട എന്ന് തന്നെ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക. എന്താണല്ലേ നമ്മുടെ അഭിയുടെ ഈ മാറ്റം. ഞെട്ടലോട് കൂടിയാണ് നവ്യയും അതുപോലെ തന്നെ ജലജയും ഒക്കെ കാണുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മരം ചുറ്റിപ്രേമം അവിടെ നടപ്പുണ്ട് കേട്ടോ, നന്ദുവിന്റെയും അതുപോലെ നമ്മുടെ അനിയുടെയും. അങ്ങനെ അനിയാണെങ്കിൽ എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനേ നേരെ ഉള്ളൂ. ഇനിയിപ്പം അനിയെ പോലീസ് സ്റ്റേഷനിൽ ഇനി സ്ഥിരതാമസമാക്കാൻ ചിലപ്പം ആരെങ്കിലും വല്ലതും ചെയ്തിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടാക്കിയിട്ട് പോകുമോന്നും അറിയത്തില്ല. ആ ഒരു ഇതിലാണ് ഇപ്പം നമ്മുടെ അനി നടക്കുന്നത്. അപ്പൊ അനി അവിടെ ചെല്ലുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഇനി ഇത് കൂടുതൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് തന്നെയാണ് എനിക്കിഷ്ടം. എന്നാ പിന്നെ എപ്പോഴും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കാലോ, എനിക്കിവിടെ നിൽക്കാലോ, എപ്പോഴും നന്ദുവിനെ കാണാമല്ലോ. മൂർത്തി മുത്തച്ഛൻ നീ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്, പറഞ്ഞിട്ടുണ്ട് ഞാൻ. നീ മനാമികയെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ നോക്ക്, അല്ലാതെ അവർക്ക് നാണക്കേടും വിഷമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അനി? പിന്നെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നു കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയെ ഒഴിവാക്കി വിടാൻ വേണ്ടി നോക്കുകയാണ്. എവിടെന്ന് അനി വല്ല ഒഴിവായി പോവോ? അനിയുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയല്ലേ. മാത്രമല്ല നമ്മുടെ അനാമിക ഇച്ചിരി റോഗും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും അനാമിക അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് ബാക്കി വിശേഷം എന്താണെന്നൊക്കെ. ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് കുഴപ്പിച്ച് കുളവാക്കുന്നില്ല, ബോറാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ രാവിലെ അതുപോലെ നമ്മൾ കറക്റ്റ് 7:30 ആകുമ്പോൾ ഫുൾ വിശേഷവും ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ വിശേഷം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ കയറി കാണാനുണ്ടെങ്കിൽ കയറി കണ്ടോളൂ. ഈ വീഡിയോയുടെ താഴെ ഭാഗത്ത് തന്നെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ. പിന്നെ അലീനയുടെ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്, എന്നും ഇടുന്നുണ്ട്. നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്, നാളത്തെ പ്രമോ വിശേഷവും ഇടുന്നുണ്ട്, ഇന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് റിയൽ സ്റ്റോറിക്കകത്ത് നോക്കുകയാണെങ്കിൽ കാണാം. അതുപോലെ ഗോമതിയുടെയും ബാലന്റെയും കഥയും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. അപ്പൊ അതും റിയൽ സ്റ്റോറിക്കകത്ത് നിന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം ഒരു ലൈക്കും ഒരു ഹൈപ്പും മറക്കരുതേ. ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ.